ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നൊരു വീട് കാഴ്ച വ്ളോഗാണ്. ഇവിടെ മാമന്റെ മോളുടെ വീട് കാണാൻ പോണേന്റെ ഒരു വ്ളോഗാണ് കേട്ടോ. ആ വ്ളോഗ് കാണാം. ഇതൊക്കെ മാമന്റെ മക്കളാണ്. ഓക്കെ, ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ജലദോഷമൊക്കെ പിടിച്ചു കിട്ടും. അപ്പോൾ വോയിസൊക്കെ ഒരുമാതിരി ആയിക്കോളും, ശബ്ദമൊക്കെ അടഞ്ഞിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ നടക്കും, ഞങ്ങൾക്ക് ഫേസ് പാക്ക് മസ്റ്റാട്ടാ. അപ്പോൾ ഇന്നലെ രാത്രി ഇട്ടു, അത് കഴിഞ്ഞിട്ട് നേരം വിളിച്ചാൽ ഇട്ടിട്ടോ. അത് രാവിലെ തന്നെ നോക്കൂ ഗൈസ്. ബിഗ് ബോസ് പ്ലസ് ഫേസ് പാക്ക്. ഇതാണ് ഞങ്ങളുടെ ഉണ്ണിമാമൻ. ഈ ഉണ്ണിമാമനെ വീഡിയോയിൽ പെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും പരാതിയാണ്. ഈ ഉണ്ണിമാമൻ നിഖിലേട്ടൻ്റെ പോലല്ലേ ഗൈസ്? എന്തൊരു ജാടയാണ്. ഇങ്ങനെയാണോ ഇങ്ങനെയാണോ? നീക്കൂ. കുഴി കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കുള്ളൂ. നിങ്ങളുടെ കുഴി കഴിഞ്ഞിട്ട് നിങ്ങൾ കുഴി നല്ല മേക്കപ്പ് അപ്പം എന്നെ കഴിയും. നന്നായി വെളുത്ത് വെളുത്ത് മണ്ടത്തിയെ കുളിക്കുമ്പോ അപ്പാണ് കഴിക്കാൻ സോപ്പുണ്ട്. അപ്പോൾ പൂവാള ഒരുക്കങ്ങൾ തകൃത തൃമൃതമായി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു വശത്ത് പാത്രങ്ങളിൽ ഒരു വശത്ത് കുളിക്കാൻ നോക്കില്ല. ഞാൻ ആകെ ചായ കൂടി എല്ലാം കൊണ്ടും വെള്ളം നടന്നുകൊണ്ടിരിക്കുക. അതെ, നമ്മുടെ വല്യമ്മായി, ഇതാണ് നമ്മുടെ അമ്മ, ഇതാണ് നമ്മുടെ ചെറിയ അമ്മായി, ഇതാണ് വല്യമ്മായി അല്ല വല്യമാമൻ. നമുക്ക് എന്ത് ഫംഗ്ഷൻ വന്നാലും എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട് ചായക്ക് കടിയാക്കൽ ഇപ്പോഴും ഉപ്പുമാവല്ലേ. അപ്പോൾ പ്രാവശ്യം ഇഡ്ഡലിക്ക് കിട്ടും. അതാട്ടെ കുഞ്ഞിരുന്ന് പറയണേ. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ മുഖത്ത് കഴുകാത്തത്. ഞാൻ കുളിക്കുമ്പോൾ ഇനി സോപ്പ് തേക്കുന്നതിന് പകരം ഇതായിട്ടാണ് കഴുകിയാൽ മതി വെച്ചിട്ടാട്ടോ ഞാൻ ഇത് കഴുകാണ്ട് നടന്നേർന്നേ. അതെപ്പോഴാണ് ഡ്രസ് എടുത്ത് ആൾക്കാർ പോവാൻ നേരത്തെ ഒരുങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരായിട്ടതൊക്കെ. ഒരാളിതാ ഫോണിൽ കളിച്ച് കിടന്ന് ഉറങ്ങുന്നു. കുഴപ്പമില്ല. ഞങ്ങളുടെയൊക്കെ ഒരുക്കം താഴത്തുനിന്ന് കഴിഞ്ഞിട്ടോ. എന്നിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോകുന്നത്. ഇവിടെ താഴത്ത് മുകളിൽ നാട്ട പറയുക വീടുകൾ രണ്ട് കയറ്റത്ത് ഇറക്കത്തായിട്ട്. അപ്പോൾ ഇങ്ങനെ താഴത്ത് മേലാനാട്ട പറയുക. ഇവിടെ നിഖിലാൻ്റെ അമ്മയ്ക്ക് രണ്ട് ആങ്ങളമാരാണ്, ഒന്ന് വല്യമാമനും ഉണ്ണിമാമനും. അപ്പോൾ ഈ വല്യമാമൻ്റെ മോളായ നന്ദേശ്വരേട്ടാ വീട് കാഴ്ച. പിന്നെ ഇവിടെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ആകെ മൊത്തം തിരക്കാട്ടോ. ചായ കൊണ്ടിരിക്കുന്നവരും വരണവരും പോണവരും പിന്നെ സാരി എടുക്കലും അങ്ങനെ ആകെ മൊത്തം തിരക്കിലാട്ടോ. കുഞ്ഞോളേമേനെ മാറ്റിക്കാൻ ഗൈസ്. ശ്രീലേച്ചി അവിടെ വല്യമ്മ സുന്ദരി നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരോടും ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കാം. ചെക്കൻ്റെ വീട് തൂതാണ്. അപ്പോൾ അധികമൊന്നും ഇല്ല ഇവിടുന്ന്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു 10:30-11 മണി ടൈമിലാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഇത് വേറെ ഒന്നുമല്ല കേട്ടാ, എൻ്റെ കൈ പിടിച്ച അമർത്തിക്കുക. അപ്പോൾ എനിക്ക് വേദനിക്കില്ല. അപ്പോൾ ഞാൻ അത് പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മൾ വരുന്നവരും പോണവരൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ നമ്മൾ പെണ്ണിനെ മാത്രം കാണിച്ചില്ല. അപ്പോൾ ഇതാണ് പെണ്ണ് നന്ദുമോൾ. അപ്പോൾ നന്ദുമോളെ കൊണ്ടാണ് ഞങ്ങൾ പോണത്. ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ചെക്കൻ്റെ വീട് കാണാനൊക്കെ പോകണൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളിവിടെ അത്രയ്ക്ക് അപ്ഡേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല. കറക്റ്റ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ തന്നെ മഴ പെയ്തിട്ടാ. ഞങ്ങളൊക്കെ മുടിയൊക്കെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് നനയ്ക്കാണ്ട് കുളിക്കാണ്ട് എന്തെങ്കിലും ഒരു പരിപാടി ഇത് കേട്ടാൽ മതി. അപ്പം ഞങ്ങൾ തുടങ്ങും തലേൻ്റെ തലേദിവസം സ്റ്റാമ്പ് ഇട്ടിട്ട് പതപ്പിച്ച് നിർത്താൻ. എന്നിട്ട് ആ പരിപാടി തന്നെ ഞങ്ങൾ തല നനയ്ക്കില്ല കേട്ടോ. എന്നിട്ട് അതങ്ങനെ വെക്കും. എന്നാലാണ് പരിപാടി വന്ന് മുടി സെറ്റായി നിൽക്കുള്ളൂ. അങ്ങനെയൊക്കെ നോക്കണം. ഞങ്ങളുടെ മഴ പെയ്ത് ഒറ്റ കൊണ്ട് നശിപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടാ. അടുത്ത വണ്ടിയിലൊക്കെ സ്ഥലമുണ്ട്. എന്നാലും എല്ലാവരും കൂടി കുത്തി തിരക്കി ഈ വണ്ടിയിൽ കയറിക്കട്ടെ. ഡാൻസ് കളിക്കാൻ വേണ്ടി കയറിക്കട്ടെ കുട്ടികളെല്ലാവരും. അങ്ങനെ പെണ്ണിനൊക്കെ താറ്റ കൊടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. പിന്നെ വണ്ടിയിൽ പമ്പൻ ഡാൻസ് ചെയ്തു കേട്ടോ. വണ്ടിയിൽ നിൽക്കാനോ ഇരിക്കാനോ സ്ഥലമില്ല. എന്നാലും എല്ലാവരും കളിക്കണേ. ഞങ്ങളൊന്നും അങ്ങോട്ട് പോകുമ്പോൾ കളിച്ചില്ല കേട്ടാ. ഇങ്ങോട്ട് വരുമ്പോഴാണ് കളിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കളിച്ചില്ല. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിയുടെ മേനേലും പോകാനോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കളിച്ചില്ല. ഇങ്ങോട്ട് വരുമ്പോഴാട്ടോ ഞങ്ങളൊക്കെ കളിച്ചേ. അടിപൊളി സ്ഥലമുണ്ട്.
കുട്ടികളൊക്കെ കൂടിയിട്ട് ഒച്ചട കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളെ എത്തിയിട്ടോ, ഞങ്ങളെ ഇറങ്ങിയിട്ട് ഞാൻ അവിടുത്തെ ഉള്ള വീഡിയോസ് ഒക്കെ കാണിച്ചേരെ. ഞങ്ങൾ എത്തിയിട്ടോ, നടക്കണേ. ഞങ്ങൾ ഇവിടെ എത്തി. അതെ, പോട്ടെ. ചെക്കൻ്റെ വീട്ടുകാരെ കാണിച്ചാലോ. ഞങ്ങൾ അടുത്ത ചെക്കൻ്റെ ഫുള്ള് വീഡിയോസ് ഒന്നും ചില പിടിക്കില്ല ഞങ്ങളെല്ലാം. ചിലപ്പോഴെങ്കിലോ ഞങ്ങൾക്ക് ചിലപ്പോ പറ്റി സമ്മതിച്ചു ഞങ്ങളിങ്ങനെ നാലും വീഡിയോ പെടുത്താൻ ശ്രദ്ധിക്കാം. അതെ ചെക്കനെ വീഡിയോ പരമാവധി തീർച്ചയായിട്ടും വീഡിയോ പെടുത്തും. അതെ. അപ്പോൾ പാടത്തിൻ്റെ അടുത്തായിട്ട് വീട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് നല്ലൊരു ഭംഗിയുടെ കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് പോവുക. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. എന്റെ പുതിയ ചെരുപ്പാണ് ഗൈസ്. ചെരുപ്പ് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കൊള്ളാം, സൂപ്പറാ. എത്തിയിട്ട് ഞങ്ങള് ആളാണ് നേരെ ഫ്രണ്ടില്. അപ്പോൾ ആ ബ്ലൂ ഷർട്ട് ഇട്ട് നിൽക്കണത് കേട്ടോ ചെക്കൻ. ചെക്കനെ നിങ്ങൾ തിരിക്കാൻ വഴി അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ വാവ ചമ്മിയ സീനാണ് ഗൈസ്. ചെക്കനെ വിളിക്കാൻ നോക്കിയത്, തിരിഞ്ഞില്ല ചെക്കൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കിട്ടിയിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ച് അപ്പോൾ ഇതാണ് നന്ദിച്ചൊരു ചെക്കൻ, രഞ്ജിത്ത് നാട്ട പേര്. അപ്പോൾ ഞങ്ങൾ മൂപ്പനോട് സംസാരിച്ച് ഞങ്ങൾ പിന്നെ അകത്തോട്ട് പോയി. മണവാളൻ പിന്നെന്താ പതിവ് പോലെ അങ്ങോട്ട് പരിചയപ്പെടലും ഇങ്ങോട്ട് പരിചയപ്പെടലും വർത്താനം പറയലും അങ്ങനെയൊക്കെ. അങ്ങനെ നമുക്ക് എവിടെ പോയാലും നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഫോട്ടോ അല്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ എന്നിട്ട് മെല്ലെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവരുടെ വീടിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒരു തോടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ തോട്ടിലൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ പിന്നെ പോരാൻ സമയത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഞാൻ പോകുന്നു. ബൈ ബൈ. അടിപൊളി സ്ഥലം, ഇഷ്ടപ്പെട്ടു. ചെക്കനെ ഇഷ്ടമായോ? എന്താണ് അവിടെ പോയിട്ടുള്ള അഭിപ്രായം? നല്ല ഫുഡായിരുന്നു. പിന്നെ നല്ലൊരു ഏരിയ ആണത്, നല്ലൊരു പാട ഏരിയ. കളിക്കാൻ കുറെ ആൾക്കാരും, പക്ഷെ ഞങ്ങൾക്ക് വണ്ടിയിലായി പക്ഷെ എല്ലാവരും കളിക്കാൻ നല്ല എനർജി ആൾക്കാരും. അപ്പൊ ഞങ്ങൾ അവിടെ പോയി ചെക്കന്റെ വീട്ടിലൊക്കെ പോയി വന്നു. ഇനി ഞങ്ങൾ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ഞങ്ങളെ കളി കണ്ടിട്ട് പുച്ഛിക്കുന്നു. ഞങ്ങൾ അന്ന് തന്നെ പോരാച്ചിട്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അന്നൊരു ദിവസം കൂടി മാമനോട് നിൽക്കാന്ന് വിചാരിച്ചു. അപ്പോൾ മോനേട്ടൻ ചിക്കൻ വെക്കാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ടൊക്കെ. ഇതെന്തമ്മയെ ഇതെന്തിനാ അമ്മായി ചോറിന? എന്റെ അമ്മായി ഇതില്ല ചോറ് പറയുന്നു. അതാ ചിക്കനെ കണ്ടിട്ട് എന്നോട് പറയണേ അയില ചോറിനാണ് പറയുന്നു. അത് മീൻകറിയാന്ന് പറയാൻ പറഞ്ഞിട്ട് അമ്മായി പറയാമ്മയെ. ഈ അമ്മായി കുറച്ച് ആക്റ്റീവാണ്, പക്ഷെ നമ്മളത് കാണാൻ പാടില്ല അങ്ങനെ ആക്റ്റീവാണെന്ന് അറിയരുത്. അതെ, നോക്കി നിന്ന് അന്തം വിട്ട് നിൽക്കുന്ന മാമൻ. എന്തേലും പറയാണ്ടോ? അതെ, നല്ല കുട്ടിയാണ് ഞാൻ. ഓക്കെ, എല്ലാവരും അമ്മച്ചനാണേ. ഇതാട്ടോ ഞങ്ങളുടെ ലച്ചുട്ടി. ഇപ്പൊ എവിടുന്നോ വന്ന കേട്ടോ ഇളക്കണ് വീഡിയോക്ക് വേണ്ടിട്ട്. മാമാ മാമാ ആർക്കാ ആർക്കത്? അച്ചപ്പക്കോ? ആ അച്ചപ്പയ്ക്ക് എന്നുള്ള പേരിൽ അവൾക്കാണത്. ആർക്കത്? അച്ചമ്മക്കനെ കൊടുത്തത് ഞങ്ങൾ വിചാരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇന്നൊരു ഫുഡ് കഴിച്ചു കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു. സമാധാനത്തിന് സമയം ഞാൻ ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നു.
അപ്പൊ guys, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞിരിക്കുന്നത്. ബൈ ബൈ.